കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 5 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത് കണ്ണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞ് മാറരുത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട 2 വായനകൾ, അത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തുന്ന അല്ലെങ്കിൽ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ചില മനോഭാവങ്ങളെക്കുറിച്ചാണ്. ആദ്യ വായന നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു സങ്കടം വരും. ആഹാബ് രാജാവും ജസബൽ രാജ്ഞിയും കൂടി പാവപ്പെട്ട നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈക്കലാക്കാൻ കാണിച്ച അവരുടെ തീരുമാനം വഞ്ചനാത്മകമായിരുന്നു. അവർ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈക്കലാക്കാൻ വേണ്ടി നാബോത്തിനെ കൊന്നുകളയുന്നൊരവസ്ഥയിലേക്ക് വരുത്തുന്ന രീതിയിൽ എത്രമാത്രം ഹൃദയത്തിൽ വഞ്ചനയും അത്ര കണ്ട് തിന്മയും പെരുകുമ്പോഴാണത് സാധ്യമാകുന്നതെന്നുള്ളതാണ്. അതായത് ഇവിടെ ആദ്യമായി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായത് കാതലായ സന്ദേശം അവരൻ്റേതു കൂടി സ്വന്തമാക്കാനുള്ള ഒരു പ്രവണത ഹൃദയത്തിൽ കയറിയിട്ട് പിന്നെ അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനുള്ള ഒരു തീരുമാനം. നമ്മൾ കന്നതിൻ്റെ ജീവിതത്തിൽ ചിലതിൻ്റെയൊക്കെ പുറകെ ഇങ്ങനെ വൈകാരികമായിട്ടും മാനുഷികമായിട്ടൊക്കെ സഞ്ചരിക്കാറുണ്ട്. അതിനുവേണ്ടി ഏതറ്റം വരെ നമ്മൾ എഫേർട്ട് എടുക്കാനും തയ്യാറാകാറുണ്ട്. ഇവിടെ തിന്മയുടെ സ്വാധീനത്തിൻ്റെ അതിപ്രസരത്തെ നമ്മൾ കാണുകയാണ്. നാബോത്ത് അവന് പിതൃ സ്വത്തായിട്ട് കിട്ടിയ കുറച്ച് സ്ഥലമാണ്. അത് ഈ പറയുന്ന ആഹാ രാജാവ് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കിത് പിതൃ സ്വത്തായിട്ട് കിട്ടിയതാണ്, എനിക്കിത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കേട്ട് വലിയ വിഷമിച്ച് സങ്കടപ്പെട്ടും ഭവനത്തിൽ വന്നപ്പോൾ ഭാര്യ ജസബൽ രാജ്ഞി ചോദിക്കുക, എന്താ ഇത്ര സങ്കടപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ഞാനിങ്ങനെ അവൻ്റെ മുന്തിരിത്തോട്ടം ചോദിച്ചു, കിട്ടിയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യം തന്നെ ഉള്ളത്, ഇനി ശരിയാക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി ഈ പറയുന്ന നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈക്കലാക്കാൻ വേണ്ടി നാബോത്തിനെ കൊന്നുകളയാൻ തക്ക വിധത്തിൽ ജസബേൽ തീരുമാനമെടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം തിന്മ ഈ പറയുന്ന രാജ്ഞിയുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. ആ പാവപ്പെട്ടവന് സ്വന്തമെന്ന് കരുതുന്ന അല്പം സ്ഥലം, കൃഷിയിടം, അത് സ്വന്തമാക്കാൻ വേണ്ടി ഒരു രാജ്ഞിയായിരുന്നിട്ടും ഒരു രാജാവിൻ്റെ ഭാര്യയായിരുന്നിട്ടും അവളെടുത്തൊരു തീരുമാനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഏതറ്റം വരെ നമ്മൾ പോകും, അതിനൊരു സംശയവുമില്ല. നമ്മളിൽ പൈശാചികത കുടികൊള്ളാൻ തുടങ്ങിയാൽ ആ പൈശാചികതയുടെ സ്വാധീനം കൊണ്ട് ഏതറ്റം വരെ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകും. അതൊരു അപ്പനെ തല്ലാനാണെങ്കിലും അമ്മയെ കൊല്ലാനാണെങ്കിലും കുഞ്ഞുങ്ങളെ കൊന്നുകളയാനാണെങ്കിലും ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന വാർത്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച് കളയുന്ന ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. കാരണം എന്താ? ഒരുവനിൽ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ പരിണത ഫലമെന്ന് പറയുന്നത് ഏതറ്റം വരെ തിന്മ ഒരു ദൈവവേദന കൊണ്ടെത്തിക്കും, നശിപ്പിക്കുന്ന രീതിയിൽ. എന്നാൽ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നേരെ വിപരീത മനോഭാവത്തിലേക്ക് സുവിശേഷം നമ്മളെ ക്ഷണിക്കുകയാണ്. അതായത് യേശു മറ്റൊരു മനോഭാവത്തെ നമ്മളിലേക്ക് ഇട്ടുതരാൻ ആഗ്രഹിക്കുന്നതാണ് എന്നത് സുവിശേഷ ഭാഗം. യേശു പറഞ്ഞാൽ വലത് കരണത്തടിക്കുന്നവന് ഇടത് കരണം കൂടി കാണിക്കുക. നമുക്കറിയാം, ഇങ്ങനെ കൈകൊണ്ട് അടിച്ചാൽ ഒരിക്കലും അപരൻ്റെ വലത് കരണത്തല്ല അടിക്കുന്ന, ഇടത് കരണത്തെ അടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അടിക്കണം, അല്ലെ വലത് കരണത്തെ അടിക്കണമെങ്കിൽ.
എന്ന് പറഞ്ഞാൽ ആ ഒരു അർത്ഥം വലത് കണ്ണത്തടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് ഒരുവനെ എളിമപ്പെടുത്താവോ അത്ര കണ്ട് എളിമപ്പെടുത്തുന്ന ഒരു അനുഭവത്തെയാണ് അവിടെ വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ എളിമപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നീ എന്ത് ചെയ്യണം? നീ എളിമപ്പെടാനുള്ള തീരുമാനമെടുക്കാന്നുള്ളത് തന്നെയാണ് ഈശോ പറയുന്നത്. അപരനാൽ എളിമപ്പെടുന്ന അനുഭവങ്ങളുണ്ടാകും, തകർക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ടാകും. അപ്പോഴും ശാന്തമായി നിൽക്കുന്നിട്ട് മറുകരണം കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ വസ്ത്രം എടുത്തുകൊണ്ടൊന്ന് മേലങ്കി കൂടി എടുക്കാനാണ് പറയുന്നത്. അതൊരു ഔദാര്യത്തിൻ്റെ സ്നേഹത്തിൽ സംഭവിക്കുന്ന ഔദാര്യം, അതായത് എൻ്റേത് കൂടി അപരൻ്റേത് എന്നുള്ളൊരു ചിന്താഗതിയാണ്. ആദ്യത്തെ വായന നമ്മൾ കേട്ടതെന്നാ? അപരൻ്റേത് എൻ്റേതാകാനുള്ളൊരു തീരുമാനമെടുത്തിട്ട് അതിനുവേണ്ടി അതികഠിനമായ പൈശാചികമായ തീരുമാനമെടുക്കുക. രണ്ടാമത്തെ അങ്ങനെയല്ല, എൻ്റേത് കൂടി അപരൻ്റേത്. ഏതറ്റം വരെ ക്ഷമിക്കാനും ഏതറ്റം വരെ എളിമപ്പെടാനൊക്കെ ഒരു ദൈവ പൈതലിന് സാധ്യമാകുന്നത് എല്ലാം നൽകുന്ന സുവിശേഷത്തിൻ്റെ സ്നേഹം ഒരുവൻ്റെ ഹൃദയത്തിൽ. ഇതും ഒരു മനോഭാവമാണ്. ഇത് നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മനോഭാവമാണ്. അനേകരുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന ഈ സുവിശേഷത്തിൻ്റെ ക്രിസ്തു സ്നേഹത്തിൻ്റെ പൂർണ്ണമായി തന്നെ കാൽവരിയിൽ ബലിയായി നൽകുകയും തൻ്റെ അവസാനത്തുള്ളി രക്തവും നൽകി നമ്മെ സ്നേഹിച്ച ഏറ്റവും പരമോന്നതമായ സ്നേഹത്തിൻ്റെ ഔദാര്യമായി തന്നെ നൽകിയ യേശുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സുവിശേഷം. ഇതും ഒരു മനോഭാവമാണ്. ഏത് മനോഭാവത്തിലാണ് നമ്മുടെ ഹൃദയം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇന്ന് ആത്മശോധന ചെയ്യാൻ തിരുസഭ നമ്മൾ ക്ഷണിക്കുന്നത്. യഥാർത്ഥത്തിൽ നൽകുന്നവരാണോ? സ്നേഹത്തിൽ പങ്കുവെക്കുന്നവരാണോ നമ്മൾ? സ്നേഹത്തിൽ, ക്രിസ്തു സ്നേഹത്തിൽ രൂപീകൃതരായി ക്ഷമിക്കാനും എളിമപ്പെടാനും ഏതറ്റം വരെ സഹിക്കേണ്ടി വന്നാൽ ആ സഹന എളിമയോടെ സ്വീകരിക്കാനുള്ള ഒരു ആത്മീയ കരുത്തും ധൈര്യമുള്ളവരാണോ ഈ സ്നേഹത്തെ പ്രതി എന്നുള്ളതാണ് സുവിശേഷം ചോദിക്കുന്നത്. ഈ മനോഭാവങ്ങൾ നമ്മൾ ആത്മശോധന ചെയ്യുമ്പോൾ വിശുദ്ധീകരിക്കപ്പെടേണ്ട മനോഭാവങ്ങളാണോ? ഹൃദയം കഠിനമായിരിക്കുന്നു, പൈശാചികമായ ഒരു ഹൃദയത്തിൻ്റെ ഒരു സ്വഭാവമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്? അതോ ക്രിസ്തു സ്നേഹത്തിൽ രൂപീകൃതമായി എത്ര കണ്ട് അപരന് ആ സ്നേഹത്തിൽ നൽകാവോ, എത്ര കണ്ട് അപരനെ ആ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കാവോ, അങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു ഹൃദയമാണോ നമ്മുടേതെന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. എവിടെയൊക്കെ വിശുദ്ധീകരണം ആവശ്യമാണോ ആ വിശുദ്ധീകരണത്തിനായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.